ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. കുറേ ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മളെ വീട്ടിലൊക്കെ കിട്ടാറുണ്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിലൊരു സ്പോഞ്ച്, ആ സ്പോഞ്ച് കൊണ്ട് നല്ലൊരു ഫ്ലവറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ഫ്ലവർ എത്ര വലിപ്പം വേണം അതിനനുസരിച്ചുള്ള ഒരു പാത്രം എടുക്കുക. എന്തെങ്കിലും നേരെ ഇതെടുത്തിട്ട് നമ്മൾ കമ്പി എടുത്തിട്ട് ഇങ്ങനെ വളച്ച് കൊടുക്കുക. അതിനനുസരിച്ചുള്ള ഞാൻ വലിയ പൂവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, വലിയ ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വലിയൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ വട്ടത്തിനനുസരിച്ച് ഞാൻ ഈ കമ്പി വളച്ചെടുക്കുന്നത്. എന്നിട്ട് എൻ്റെ തല ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തു. അങ്ങനെ 5 ലീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 ഫ്ലവറിനും 1 അതിൻ്റെ ഇലക്കും. അങ്ങനെ ഞാൻ ഉപയോഗിക്കുന്ന പശ അതാണ് കേട്ടോ, B700. ആദ്യം ഞാൻ ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി നോക്കി, പക്ഷെ അത് ഇത്രയായിട്ട് പെർഫെക്റ്റായി എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ ഒരു ഇത് വരുന്നുണ്ട് ഒട്ടിക്കുമ്പോൾ. പക്ഷെ ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷെ ഒട്ടിക്കഴിഞ്ഞാൽ പെർഫെക്റ്റാണ് കേട്ടോ. കുറച്ച് സമയം നിൽക്കുക, അധികം ഒന്നും ആക്കി കൊടുക്കണ്ട, കുറച്ചാക്കി കൊടുത്താൽ മതി. എന്നാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നല്ലോണം പീച്ച് കൊടുക്കുമ്പോൾ ഉണങ്ങാൻ നല്ല താമസം എടുക്കും. അതിൻ്റെ ചെറിയ ഹോളിൽ കൂടെ ഒക്കെ അതിൻ്റെ പശ ഇറങ്ങി പോകുന്നതുകൊണ്ട് ഉണങ്ങി കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അപ്പം അതാ ഞാൻ 5 ലീഫും ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഓരോന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ആ കമ്പിനെ കുറച്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഓക്കെ, 5 നമുക്ക് കട്ട് ചെയ്ത് എടുക്കുക. എത്ര ലീഫാണ് നിങ്ങൾ വെക്കുന്നത് അതനുസരിച്ച് മതി കേട്ടോ. ഞാൻ 4 ലീഫ് വെച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. ഓക്കെ, അങ്ങനെ ലീഫൊക്കെ നമുക്ക് വെട്ടി റെഡിയാക്കി എടുക്കാം. ഇതുണ്ടോ, കമ്പിനെ കുറച്ച് വിട്ടിട്ടാണ് ഞാൻ അത് വെട്ടിയെടുത്തിട്ടുള്ളത്. മറ്റതിൻ്റെ കമ്പി അഴിഞ്ഞു പോകും. ഓക്കെ, നിങ്ങൾക്ക് ലീഫ് എത്ര വേണം, എങ്ങനെയാണ് ഫ്ലവർ ഓരോരുത്തർക്ക് ഒരു ഐഡിയ ഉണ്ടല്ലോ, ആ ഐഡിയക്ക് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഞാൻ എൻ്റെ ഐഡിയക്ക് ഉണ്ടാക്കിയത് ഇങ്ങനെയാണ്. ഇങ്ങനെതാ ഈ ഒരു കളർ പെയിൻ്റാണ് ഞാൻ അപ്പോൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യം വേറെ കളർ എടുത്തിരുന്നു, പക്ഷേ അത് അത്ര പെർഫെക്റ്റ് തോന്നിയില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലൂ എടുത്തു, കടുന്നില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ സൈഡൊക്കെ ആയിട്ട് ഒരു ഹാഷ് കളറായിട്ട് കൊടുത്തു. അതായത് വെള്ള പെയിൻറ്റും ഈ ബ്ലൂ കൂടി കൂട്ടിയിട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് ഈ ഒരു കളറാക്കി എടുത്തിട്ട് ഇതാ ഞാൻ ഇതുപോലെയാണ് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. 2 ഒരു ഭാഗത്തേക്കും 2 ഒരു ഭാഗത്തേക്കും ആക്കിയിട്ട് അങ്ങനെ എടുത്തിട്ട് അവിടെ കമ്പെടുത്തിട്ട് കട്ട് ചെയ്യും. എന്നിട്ട് പ്ലാസ്റ്റർ കൊണ്ടൊന്ന് നന്നാക്കി ഒന്ന് ചുറ്റി വരിഞ്ഞ് ടൈറ്റാക്കി എടുക്കുക. ഉള്ളിൽ ഇതേപോലെ തന്നെ അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ചെറിയ ഇതാക്കിക്കാണ്ട് ഒരു മോഡലാക്കി എടുത്തിട്ട് അതും അതിൻ്റെ ഉള്ളിൽ പെയിൻ്റ് അടിച്ചിട്ട് കൊടുക്കുക. അതും ഞാൻ ആ ഉള്ളിൽ കൊടുത്ത ആ ഇളം ബ്ലൂ കളറിലാണ് അതും കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അത് ഒരു പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഇടണം. നമുക്ക് ഈ വലിയ വയറിൻ്റെ കഷ്ണം ഉണ്ടാവും, വലിയ വയറുണ്ടാവും. അതിനുള്ളത്തെ ചെറിയ വയറിന് ഊരി കളഞ്ഞാൽ ഇതുപോലൊരു പൈപ്പ് കിട്ടും. വാങ്ങാനും കിട്ടുന്നുണ്ട്, പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ ഒഴിവാക്കിയിട്ട വയറിൻ്റെ കഷ്ണങ്ങളുണ്ടാവും. AC വെക്കുന്ന വീട്ടിലൊക്കെ ഉണ്ടാവും. AC ഇല്ല, അതിനെ വലിയ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ACൻ്റെ വയറിൻ്റെ ഒക്കെ ഉണ്ടാവും. അതിനുള്ളിലത്തെ വയറിന് വലിച്ചിട്ട് ഇങ്ങനെ ഒരു പൈപ്പിൽ ഇതുണ്ട് ഇറക്കി കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ കമ്പി ഇട്ട് വെക്കണം കേട്ടോ, എന്നാലേ സ്റ്റഡിയായിട്ട് നിൽക്കുള്ളൂ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കുക. ഓക്കെ, ഇത് നല്ല സ്റ്റാൻഡൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്, ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.